വെൽക്കം ബാക്ക് മല്ലൂസ് കഫേ. ഞാൻ ശ്രദ്ധ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വിറ്റാമിൻ സി ഏറെ അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് നെല്ലിക്ക എന്നുള്ളത്. അപ്പോൾ നെല്ലിക്ക വെച്ചിട്ട് ഞാനൊരു അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ മല്ലൂസ് കഫേയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നെല്ലിക്ക അച്ചാർ എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 1/2 കിലോയോളം നെല്ലിക്കയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഇന്നലെ വൈകിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പുഴുങ്ങി. ഒരു വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ചപ്പോൾ കുറച്ച് ഉപ്പും ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ കഴുകി വാരിയ നെല്ലിക്കയും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്ത നെല്ലിക്കയാണ്. അപ്പോൾ ഞാൻ ഈ നെല്ലിക്ക മുഴുവനെ ഇട്ടിട്ടാണ് അച്ചാർ റെഡിയാക്കുന്നത്. നിങ്ങൾക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാൻ ഞാനതൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു നെല്ലിക്ക ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും. ഇതേ കണ്ടില്ലേ? അപ്പം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അച്ചാറിടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇതുപോലെ മുഴുവനെ ഇട്ടിട്ട് ഈ വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നീട് ഇതിലേക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചേറെ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കായപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, കടുക്, ഇത് നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേഗം എങ്ങനെ ഒരു നെല്ലിക്ക അച്ചാറിടാമെന്ന് നോക്കാം. അച്ചാറിടാൻ വേണ്ടി ഞാൻ ഇതുപോലെ വലിയൊരു കടായി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്തിരിക്കുന്നത്. ചട്ടി നല്ലതുപോലെ ചൂടായത് കാരണം എണ്ണ വേഗം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുക്, 1 ടീസ്പൂണോളം കടുകാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എണ്ണയിലിട്ട കടുകൊക്കെ നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, ഒരുപാട് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എണ്ണയിലൊന്ന് നല്ലതുപോലെ ഒന്ന് വാടി കിട്ടണം. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ അച്ചാറൊക്കെ റെഡിയാക്കുന്നത് കാരണം നമ്മളിതിൽ വിനാഗിരി ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു 1/2 കിലോയോളം എല്ലാം ഉള്ളൂ. അപ്പോൾ അത് കാരണം നമ്മളിതിൽ വിനാഗിരി ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എണ്ണയിൽ വറക്കാനിട്ടിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അച്ചാറിന് ആവശ്യമുള്ള മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണോളം ഉണ്ട്, അതിട്ട് കൊടുത്തു. പിന്നീട് ഇതിലേക്ക് കളറിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരുന്ന കാശ്മീരി മുളക് പൊടി, അതും 1 ടീസ്പൂണോളം ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 പിഞ്ചോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവാപ്പൊടി ഒരുപാട് ഇടരുത്, കഴിക്കും. പിന്നീട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർക്കുകയാണ്. ഇതിനി നമുക്കൊന്ന് നല്ലതുപോലെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറും വരെ നല്ലതുപോലെ ഒന്ന് ഈ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കായപ്പൊടിയൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അച്ചാറിന് നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
ഇപ്പം മുളക് പൊടിയുടെയും ആ മഞ്ഞപ്പൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയൊക്കെ ചേർത്ത് നല്ലതുപോലെ എണ്ണയിൽ ആ മസാലയൊന്ന് നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ വെള്ളമില്ലേ, അത് നമുക്കിതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ അച്ചാർ ഒരു ഡ്രൈ രീതിയിലല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് ഗ്രേവി ആയിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പം അത് കാരണമാണ് ഞാൻ ഈ വെള്ളം കുറച്ച് ഏറെ എടുത്തിട്ട് നെല്ലിക്ക പുഴുങ്ങിയെടുത്തത്. നിങ്ങൾക്ക് ഇത്രയും വെള്ളമായിട്ട് നിങ്ങൾക്ക് അച്ചാർ വേണ്ട എന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് നെല്ലിക്ക പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന നെല്ലിക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. നെല്ലിക്ക അച്ചാർ നമ്മളിവിടെ നല്ലതുപോലെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ തിളച്ച് നല്ലതുപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു കുറച്ചും കൂടി ഒന്ന് കുറുകിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് വേഗം വീടുകളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. വിനാഗിരിയും കാര്യങ്ങളും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നതായിരിക്കും. അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേവി ആയിട്ടുള്ള അച്ചാർ റെഡിയാക്കണ്ട എന്നുണ്ടെങ്കിൽ നെല്ലിക്ക പുഴുങ്ങുന്ന ആ ടൈമിൽ വെള്ളത്തിൻ്റെ അംശം കുറയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കുറേ ദിവസം, അതായത് കുറച്ചേറെ ക്വാണ്ടിറ്റിയിൽ റെഡിയാക്കുന്നുണ്ടെങ്കിൽ തിളപ്പിച്ച ആ മസാലയൊക്കെ റെഡിയാക്കുന്ന ടൈമിൽ വിനാഗിരി ചേർത്തിട്ട് നിങ്ങൾക്ക് അതിലേക്ക് പുഴുങ്ങിയ നെല്ലിക്ക ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ റെഡിയാക്കിയ സിമ്പിൾ നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വെറൈറ്റി ഡിഷിൻ്റെ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ.